Hello everyone, welcome back to a new video. Today we are analyzing the poem Africa by David Diop, which comes under the elective paper African and Caribbean Literature in PGS3. So David Diop is a French novelist and academic who specializes in the 18th century French and Francophone African literature. His research focuses on representation of Africa in the 18th century accounts and images by travelers. He received the 2021 International Booker Prize for his novel At Night All Blood is Black. And he is also the first French author and first person of an African heritage to win this prize. His works in Coups de Pilon, his only surviving collection, are angry poems of protest against European cultural values, enumerating the sufferings of his people first under the slave trade and then under the domination of colonial rule, calling for revolution to lead to the glorious future for Africa. ഡേവിഡ് ഡിയോപ്പിൻ്റെ എല്ലാ വർക്ക്സും ഏകദേശം യൂറോപ്യൻ കൊളോണൈസേഷനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ആ ഒരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയുള്ളൊരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു വർക്ക്സാണ്. ഇതേ തീം തന്നെയാണ് ഈ ഒരു ആഫ്രിക്ക എന്നുള്ളൊരു പോയത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ആഫ്രിക്കൻ നേഷന് വേണ്ടിയുള്ളൊരു ഹോപ്പും അതുപോലെ തന്നെ കൊളോണിയലിസം കൊണ്ട് ആ ഒരു കോണ്ടിനെൻറ്റിനുണ്ടായ കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുമാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു തീം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പോയറ്റ് പറയുന്നത് പോയറ്റിൻ്റെ ആ ഒരു ആഫ്രിക്കയോടുള്ളൊരു പേട്രിയോട്ടിസം, നാഷണലിസം, അത് മാത്രമല്ല ആ ഒരു കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് അതിന് നേരിടേണ്ടി വന്നിട്ടുള്ള ആ ഒരു കോണ്ടിനെൻറ്റിലും അതിൻ്റെ അകത്ത് ജീവിച്ചിരുന്ന നേറ്റീവ്സിനും നേരിടേണ്ടി വന്നിരുന്ന സഫറിങ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. And how exactly he shows this patriotism by talking about the glorious past of the nation. അവിടെ ആഫ്രിക്കൻ സവാനയെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ സ്റ്റോറീസിനെ കുറിച്ചുള്ളൊരു റെഫറൻസ് ഉണ്ട്. അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കയ്ക്ക് ആക്ച്വലി ഒരു വളരെ റിച്ച് ആയിട്ടുള്ളൊരു കൾച്ചറും ട്രഡീഷനും എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കൂടുതലും പറയുന്നത് ഇന്ത്യൻ പുരാണങ്ങൾ, അതിൻ്റെ ലെജൻസ്, മിത്തോളജി, അതിനിപ്പോഴും എത്രമാത്രം വാല്യൂ ഉണ്ടോ അതുപോലെ തന്നെയാണ് ആഫ്രിക്കൻ നേഷനും അതിൻ്റേതായ ലെജൻസും മിത്സും എല്ലാം ഉണ്ട്. അതിലാണ് അതിൻ്റെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു പാസ്റ്റ് അല്ലെങ്കിൽ കൾച്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയറ്റ് പറയുന്നത് ആഫ്രിക്ക എന്നുള്ളൊരു നേഷൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് കൊളോണിയലിസത്തിൻ്റെ അടിയിലായിരുന്നു, ഇത്രയും ആധിപത്യത്തിലായിരുന്നു ഇത്രയും വർഷത്തോളം. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഐഡൻറ്റിറ്റിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അതിന് ഇനിയും അതിൻ്റെ നഷ്ടപ്പെട്ട ഐഡൻറ്റിറ്റി തിരിച്ച് പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് പോയറ്റ് പറയുന്നു. സോ ഹീ ഈസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് നേഷൻ ആൻഡ് നോ മാറ്റർ ഹൗ ഹിസ് കൺട്രി വാസ് സീൻ ആസ് ഇൻഫീരിയർ. കാരണം ആ ഒരു കൊളോണിയലൈസേഷൻ വരുന്ന സമയത്തും കൊളോണൈസേഴ്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അവരുടെ പിന്നിൽ അത്രയും ഫോഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും ടെക്നോളജിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ നേഷൻ്റെ നേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് അവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ വളരെ ഒരു ഡിസഡ്വാൻറ്റേജിലായിരുന്നു. ആവശ്യത്തിനൊരു വെപ്പൺസോ അല്ലെങ്കിൽ ഫോഴ്സൊന്നും അവരുടെ ഇല്ലായിരുന്നു. ആകെയുള്ളൊരു പരിചയം ആ ലാൻഡിൽ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് ലാൻഡ് ഒരു പരിചയമുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും ഇത്ര പെട്ടെന്ന് കീഴടക്കപ്പെട്ടില്ല, അവർ ഒരുപാട് പൊരുതി. ആ ഒരു ഫാക്ടറും കൂടി പോയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആ ഒരു ഫാക്ടർ പറഞ്ഞുകൊണ്ട് പോയിട്ട് പറയുന്നത് ദ പീപ്പിൾ ഹു ആർ റിസൈഡിങ് ഇൻ ആഫ്രിക്ക, ദേ ആർ വാറിയേഴ്സ്, ദേ നോ ഹൗ ടു ഫൈറ്റ് ഈവൻ വെൻ ദേ ആർ അറ്റ് എ ഡിസഡ്വാൻറ്റേജ് ആൻഡ് ഹീ ഈസ് വെരി മച്ച് പ്രൗഡ് ഓഫ് ദാറ്റ് ഫാക്ട്. ഇവിടെ വേറൊരു റെഫറൻസ് ഉണ്ട്. ദ കൺട്രി ഓൺ ദ ബാങ്ക് ഓഫ് ദ ഡിസ്റ്റൻറ്റ് റിവർ എന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് റെഫറൻസ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മേ ബി ഹീ ഈസ് റെഫറിങ് ടു ദ പ്ലേസ് വെയർ ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. കാരണം കൂടുതലും ഒരു ഫ്രാൻസിൽ ജനിച്ച് വളർന്ന ഒരു ഫ്രഞ്ച് ഐഡൻറ്റിറ്റി ഉള്ള ഒരു നോവലിസ്റ്റ് ആണെങ്കിൽ പോലും
ഇപ്പോൾ എഴുതുന്ന ഒരു പോയം എന്ന് പറയുമ്പോഴേക്കും ആഫ്രിക്കയാണ് നേഷൻ എങ്കിലും ഇതൊരു ഡിസ്റ്റൻസിൽ നിന്ന് എഴുതുന്ന ഒരു പോയമാണ്. That is, he never got to know about his nation's glory because he spent the most of his life in France itself. And so he is saying that he has never really known the true Africa because he spent most of his life living in France, but he is aware that African blood is gushing through his veins. അതായത് പോയറ്റിനുള്ളൊരു ഒരു കാര്യം പറയാനുള്ളത്, കൂടുതലും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗവും ഫ്രാൻസിൽ തന്നെയാണ് ജീവിച്ച് തീർത്തിട്ടുള്ളതെങ്കിലും ആഫ്രിക്കയോടുള്ളൊരു പേട്രിയോട്ടിസം, അവിടുത്തെ നാഷണലിസം അതിപ്പോഴും ഉണ്ട്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ആഫ്രിക്കൻ ഐഡൻറ്റിറ്റി ഉള്ളൊരു ആളാണ് പോയറ്റ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ബ്ലഡ് തന്നെയാണ് വെയിൻസിൽ ഒഴുകുന്നത്. ഇവിടെ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു സിംബലിസമാണ്, ആഫ്രിക്കൻ ഐഡൻറ്റിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും ചൈൽഡ്ഹുഡും അഡൽട്ട്ഹുഡും എല്ലാം ഫ്രാൻസിലാണ് സ്പെൻഡ് ചെയ്തതെങ്കിലും ആഫ്രിക്കയിൽ വല്ലപ്പോഴും മാത്രമേ പോയിക്കൊണ്ടിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും, ഒരു ഫിസിക്കൽ ആൻഡ് മെറ്റഫോറിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ആ ഒരു ആഫ്രിക്കൻ നേഷനോട് തോന്നിക്കുന്ന ആ ഒരു പേട്രിയോട്ടിസം, ആ ഒരു നാഷണലിസം അതിനൊരു കോട്ടും തട്ടിയിട്ടില്ല, അതിനൊരു മാറ്റവുമില്ല. ആൻഡ് ആഫ്രിക്കൻ ഐഡൻറ്റിറ്റിയോട് അത്രയും മാത്രം പ്രൈഡുണ്ട് പോയിറ്റിന്. And that is what he is saying. Just like blood is a very important part of our body, he has that African identity in him. അടുത്ത സ്റ്റാൻസയിൽ ഡിയോപ്പ് ഇതൊരു പേഴ്സോണിഫിക്കേഷനാണ് കൊണ്ടുവരുന്നത്. ആ ഒരു സ്റ്റാൻസയിലാണ് കൂടുതലും ഈ ഒരു കൊളോണിയലൈസേഷൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ആഫ്രിക്ക ഈസ് പേഴ്സോണിഫൈഡ് ആസ് ഹ്യൂമൻ ബീങ്സ് who were used as slaves by the colonizers. അടുത്ത ലൈൻസ് എല്ലാം കുറച്ചൊരു ആംഗ്രി അക്യൂസേറ്ററി ടോൺ ഉള്ളൊരു കുറച്ച് ലൈൻസാണ്. കാരണം അതിൽ കുറച്ച് റെഫറൻസ് വരുന്നുണ്ട്, ബ്ലഡ് ആൻഡ് സ്വെറ്റിനെല്ലാം കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ ഒരു സ്ഥലത്തെ ഫീൽഡ്സ് എല്ലാം ഇറിഗേറ്റ് ചെയ്തതും അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള വർക്ക് ചെയ്തതും അവിടുത്തെ നേറ്റീവ്സ് തന്നെയാണ്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, ഫോഴ്സ് ചെയ്ത ആരാണ്? ഈ കൊളോണൈസേഴ്സാണ്. അപ്പോൾ പോയിട്ട് പറയുന്നത് ഇവിടുത്തെ ജോലി എല്ലാം ചെയ്തത് നമ്മളുടെ നേറ്റീവ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡിൽ നിന്നുണ്ടായ പ്രോഗ്രസ്സും എല്ലാം തന്നെ നമ്മുടെ ചോരയും നീരും ഒഴുക്കിയുള്ളൊരു പ്രവർത്തനമാണ്. പക്ഷെ എൻ്റെ ഐറണി എന്താണ്? അവിടുത്തെ പ്രോഫിറ്റ് എല്ലാം കൊളോണൈസേഴ്സാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അവരെ സ്ലേവ് ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ലേവ്സാക്കി മാറ്റുന്നു, അവരുടെ ലേബർ പവറാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും അതിൻ്റെ ഒരു പ്രോഫിറ്റോ ഒരു അപ്രീസിയേഷൻ പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. അതിൻ്റെ എല്ലാ പ്രോഫിറ്റും കൊളോണൈസേഴ്സാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ എല്ലാ രീതിയിലുള്ളൊരു എക്സ്പ്ലോയിറ്റേഷനും ടോർച്ചറിങ്ങും സഫറിങ്ങും ഈ കൊളോണൈസേഴ്സ് ഏൽപ്പിച്ചിരുന്നു ഇവരുടെ മേൽ. അതാണ് അവിടെ വരുന്ന ഒരു ബാക്ക് സോർഡ് വിത്ത് റെഡ് സ്കാർസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അത് റെഫർ ചെയ്യുന്നതും ഇത്രയും ഒരു ഹാർഡ് ടോർച്ചറസ് ലേബറിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. കാരണം കൊളോണൈസേഴ്സ് അവരുടെ വിപ്പ് ഉപയോഗിച്ച് അത്രയും വേദന ചെലുത്തിക്കൊണ്ടാണ് അത്രയും പണി എടുപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരു രീതിയിലും അവർക്കൊരു മനുഷ്യൻ എന്നൊരു കൺസിഡറേഷൻ അല്ല കൊടുത്തിരുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു അനിമൽ, സ്ലേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അനിമലായിട്ട് മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അവർക്ക് ഒരിക്കലും മനുഷ്യർ എന്നൊരു ലേബിൾ പോലും കൊടുത്തിരുന്നില്ല. അത്രയും മാത്രം കോൾഡ് ബ്ലഡഡ് ആയിരുന്നു ഈ ഒരു കൊളോണൈസേഴ്സ്, അത്രയും ബ്രൂട്ടലായിരുന്നു അവരുടെ ഒരു കൊളോണിയലിസം എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു കൊളോണിയലിസം ആണെങ്കിൽ പോലും പോയിട്ട് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആഫ്രിക്കൻ ബ്ലഡ് എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വാറിയേഴ്സിൻ്റെ ലാൻഡാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് പൊരുതാനുള്ളൊരു ആവേശവും അതിൻ്റെ ഒരു ശക്തിയും തന്നെ എല്ലാ രീതിയിലും ഉണ്ട്.
Okay. So the poet is earnestly asking the question about the resilience of African people. അതായത് ഇത്രയും ടോർച്ചർ അനുഭവിച്ചതിന് ശേഷം ഇനി മിണ്ടാതിരുന്നാൽ ശരിയാകുമോ, ഇനി പൊരുതേണ്ട സമയമല്ലേ എന്നുള്ളൊരു രീതിയിൽ ഹീ ഈസ് ആസ്കിങ് ദ പീപ്പിൾ ടു സ്റ്റാൻഡ് അപ്പ് by reminding them of their strength and their pride. And then in the following stanza, the poet's earnest question about the resilience of African people is answered by a grave voice. വീണ്ടും അവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആഫ്രിക്ക ഒരു എൽഡർലി ഒരു ആളായിട്ടാണ് വീണ്ടും പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഇത്രയും ടോർച്ചറിങ്ങും ഇത്രയും സഫറിങ്ങും അനുഭവിച്ചതിന് ശേഷവും നമ്മൾ എന്തിനും മിണ്ടാതിരിക്കണം, നമ്മൾ എന്തുകൊണ്ട് പൊരുതുന്നില്ല, പൊരുതേണ്ട സമയമായി. ഒരു കൊളോണൈസേഴ്സ് ഇവിടെ വന്ന് ചെയ്തത് മാത്രമല്ല, ഇപ്പോഴും ആ ഒരു ലേബലിംഗ് ഉണ്ട്. അതായത് ആഫ്രിക്കൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ ഇൻഫീരിയർ ആണ്, ഒട്ടും അപ്പീലിംഗ് അല്ല, അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഡിവിഷനും അങ്ങനത്തെ രീതിയിലുള്ളൊരു സ്റ്റീരിയോ ടൈപ്പിങ്ങും അത് മാറ്റേണ്ട സമയമായി. ഇപ്പോഴും ആ ഒരു സെഗ്രിഗേഷൻ എല്ലാവരും നേരിടുന്നുണ്ട്, ആ ഒരു റേഷ്യൽ സെഗ്രിഗേഷൻ ഇപ്പോഴും ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തന്നെ പോരാടാനുള്ള സമയമായി എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പൊരുതുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം തരുന്നത് ആഫ്രിക്കയെ ഒരു എൽഡർലി പേഴ്സൺ ആയിട്ടുള്ളൊരു പേഴ്സോണിഫിക്കേഷനാണ്. എന്താണ് ഉത്തരം? സോ ഫസ്റ്റ് ഓഫ് ഓൾ, that elderly voice is chiding the poet for thinking impetuous thoughts, implying that the continent is aware of impending change or revolution. It urges the Africans to be patient and not hasty like children, as there is change on the horizon. അതായത് ആദ്യം തന്നെ പറയുന്നത് ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു രാജ്യവും അതിൻ്റെ ഇങ്ങനത്തെ കൊളോണിയലിസം നേരിട്ടിട്ടുള്ള ഒരു രാജ്യവും അത് കടന്നുപോയ വഴികൾ ഒരിക്കലും മറക്കത്തില്ല. അതെന്തായാലും ആ ഒരു ടൈം പീരീഡും അതുപോലെ ആ ഒരു ജനത അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും എല്ലാം തന്നെ എപ്പോഴും ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ ആഫ്രിക്കയിലും അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ രീതിയിലുള്ളൊരു ബ്രൂട്ടൽ ടോർച്ചറാണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമായൊരു ബോധമുണ്ട്. പക്ഷേ കുട്ടികളെ പോലെ തന്നെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് മണ്ടത്തരമാണ്. എന്തായാലും ഒരു മാറ്റം എന്തായാലും സംഭവിക്കും, ആ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ളൊരു സമയത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു വോയിസ് കൊടുക്കുന്നു പോയിറ്റിന്. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻസർ വരുമ്പോഴേക്കും ഒരു ഇമേജറി കൂടി വരുന്നുണ്ട്. The voice talks about a tree which is found alone amidst white and faded flowers. The tree, young and strong, represent the young people of Africa who are patiently but obstinately waiting until they get their liberty. അതായത് ലാസ്റ്റ് ഇമേജറിയിൽ ഒരു മരം കാണിക്കുകയാണ്, ഒറ്റപ്പെട്ട ഒരു മരമാണ്, പക്ഷെ അതിൽ നല്ല വെള്ളപ്പൂക്കളുള്ളൊരു മരമാണ്. അങ്ങനെ ഒരു ഇമേജറി കാണിക്കുകയാണ്. അപ്പോൾ അതും സിംബലിസമാണ്. അതെന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ആഫ്രിക്കയിലെ യങ് ജനറേഷനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ കാണിക്കുന്നത് ദ ട്രീ ഈസ് അലോൺ, മീനിങ് ദ ആഫ്രിക്കൻ സ്ട്രഗിൾ ഇസ് എ ലോൺലി ബാറ്റിൽ, ബട്ട് ദേ വിൽ അച്ചീവ് ദ ഫ്രീഡം ദേ വോണ്ട് നോ മാറ്റർ ഹൗ ബിറ്റർ ദ ടേസ്റ്റ് ഇസ് ഇൻ ഗെറ്റിംഗ് ഇറ്റ്. ആ ഒരു ട്രീ എല്ലാ രീതിയിലും ഒരു സിംബലിസമാണ്, കാരണം ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ആ ഒരു ട്രീ സിംബലൈസ് ചെയ്യുന്നത് യങ് പീപ്പിളിനെ, യങ് ജനറേഷനെയാണ്. അത് ഒറ്റയ്ക്കാണ്. കാരണം എന്താണ്? ഈ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒരു ലോൺലി സ്ട്രഗിളാണ്. കാരണം കുറേയൊക്കെ ഭാഗത്തും ഇതൊരു ഒറ്റപ്പെടലിൻ്റെ ഒരു ജേണിയാണ്, അല്ലെങ്കിൽ ഒരു ഫൈറ്റാണ്. പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരും. അതാണ് ആ ഒരു ഒറ്റ മരത്തെ കൊണ്ടുള്ളൊരു ഇമേജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ ഒരു ടേസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. എത്രമാത്രം ബിറ്ററാണ് ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ആണെങ്കിലും എന്തായാലും അവർ നേടിയെടുക്കേണ്ട ആ ഒരു ലിബർട്ടി, ആ ഒരു ഫ്രീഡം, അത് അവരെന്തായാലും നേടിയെടുക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ആ ഒരു മരത്തിലുള്ളത് വൈറ്റ് ആൻഡ് ഫേഡഡ് ഫ്ലവേഴ്സ്, അതും ഒരു റെഫറൻസ് ആണ്. വൈറ്റ് സിംബലൈസ് ദി വൈറ്റ് കൊളോണിയലിസ്റ്റ് and it is faded, which means it will fade. This colonialism will fade in time,
while the youthful Africans will grow in strength and wait for their moments of freedom. അതിൽ ആ ഒരു മരത്തിലുള്ള വൈറ്റ് ആൻഡ് ഫീഡഡ് ഫ്ലവേഴ്സ് പോലെ വൈറ്റ് കൊളോണിയലിസ്റ്റ് അവർ നടത്തിയിട്ടുള്ള ആ ഒരു വൈറ്റ് കൊളോണിയലിസം അത് കാലങ്ങളോളം ഫെയ്ഡായിക്കൊണ്ടിരിക്കും. കാരണം അത്രയും ആ ഒരു ആഫ്രിക്കയിലെ യങ് ജനറേഷൻ ഇതെല്ലാം കണ്ടും അറിഞ്ഞും വരെയാണ്. അവർ കറക്റ്റായിട്ടുള്ളവർ ആ ഒരു ചേഞ്ച് ചെയ്യുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു സമയം വരുന്ന സന്ദർഭത്തിൽ എന്തായാലും ഈ രീതിയിലുള്ള സെഗ്രിഗേഷനും റേഷ്യൽ പ്രജുഡിസനും എല്ലാം തന്നെ ഒരു മറുപടി കൊടുക്കും. അതായത് അതിന് വേണ്ട രീതിയിൽ പോരാടും എന്നുള്ളൊരു ഒരു ഹോപ്പ് അത് ആ ഒരു വോയിസ് കൊടുക്കുന്നുണ്ട് ആ ഒരു പോയറ്റിന്. അത് പോയറ്റിന് തന്നെ ഒരു ഹോപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിനെതിരെ പോരാടേണ്ട സമയമായി, അങ്ങനൊരു ചേഞ്ച് വരും, അതിനെന്തായാലും നടക്കുമെന്നുള്ളൊരു ഹോപ്പ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ പോയം എൻഡ്സ്. തീംസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഓബ്വിയസ്ലി ആ ഒരു കൊളോണിയലൈസേഷൻ, അതിൻ്റെ ഒരു സഫറിങ്, അതിൻ്റെ ഒരു തീം ഓഫ് സ്ലേവറി. കാരണം സ്ലേവറിന്ന് എടുത്ത് നോക്കുമ്പോഴും നമ്മൾ കൂടുതലും ആഫ്രിക്കൻ സ്ലേവ്സ് അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് സ്ലേവ്സ് അത് തന്നെയാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നതും കേട്ടിട്ടുള്ളതും എല്ലാം. നമ്മൾ ചിന്തിക്കുന്നത് തന്നെ സ്ലേവറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജ് തരം ഇതുപോലത്തെ ഒരു ആഫ്രിക്കൻ പീപ്പിളിൻ്റെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അത് മാറിക്കഴിഞ്ഞു. അതിന് ആ ഒരു ഇമേജറിക്ക് മാറ്റം വരേണ്ട സമയമായ, ഒരു സ്റ്റീരിയോ ടൈപ്പിന് മാറ്റം വരേണ്ട സമയമായെന്നാണ് പോയിട്ട് പറയുന്നത്. സോ അതൊക്കെ ഒരു തീമാണ്. റീക്ലെയിമിങ് ദ ആഫ്രിക്കൻ കൾച്ചർ. ലാസ്റ്റ് സ്റ്റാൻസയിലും ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇറ്റ് ടോക്സ് അബൌട്ട് ഐഡൻറ്റിറ്റി ആൻഡ് നാഷണലിസം. പ്രത്യേകിച്ച് ആദ്യത്തെ സ്റ്റാൻസയിൽ ദി റെഫറൻസ് ടു ദി സവാന, ദ റെഫറൻസ് ടു ദി വാറിയേഴ്സ്, ദ റെഫറൻസ് ടു ദ ഗ്രാൻഡ് മദേഴ്സ് സോങ്, ഇതെല്ലാം ആ ഒരു ആഫ്രിക്കൻ നാഷണലിസത്തിനെ കുറിച്ചാണ്, ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ബ്ലഡ് സിംബലൈസസ് ദി ആഫ്രിക്കൻ ഐഡൻറ്റിറ്റി. ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ദി കൾച്ചറൽ ഹെറിറ്റേജ് ഇൻ ആഫ്രിക്കൻ ഹിസ്റ്ററി. നേരത്തെ പറഞ്ഞ റെഫറൻസസ് എല്ലാം തന്നെ ആ ഒരു ആഫ്രിക്കൻ ഐഡൻറ്റിറ്റി, ആഫ്രിക്കൻ സ്പിരിറ്റിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ 23 lines poem, no stanza break, free verse, no rhyme scheme. മെയിനായിട്ടുള്ള ലിറ്റററി ഡിവൈസസും പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, സിംബലിസം ഉണ്ട്, ആൻഡ് ഈവൻ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ആ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള സമയമായില്ലേന്ന് ചോദിക്കുന്നത് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഓബ്വിയസ്ലി എൻ്റെ സമയമായി വരുന്നു എന്നുള്ളത് പോയറ്റിന് തന്നെ അറിയാം. ആൻഡ് സോ ദാറ്റ് ഇസ് ദി ബ്രീഫ് അനാലിസിസ് ഓൺ ദി പോയം ആഫ്രിക്ക. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നിങ്ങൾക്ക് കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ തീംസോ ലിറ്റററി ഡിവൈസസോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ വാച്ചിങ് ദ channel for the first time, do consider subscribing. I'll see you in the next video. Thank you.